വയനാട്ടിൽ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ വിഹാരം. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപവും തോണിച്ചാലിലും കരടി ഇറങ്ങി. പുൽപ്പള്ളി മേഖലയിൽ ഇന്നലെയും കടുവാ സാന്നിധ്യമുണ്ടായി. പയ്യമ്പള്ളിയിലും ചേകാടിയിലും കാട്ടാന ഇറങ്ങി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, വിവിധ ഇടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഇതിൽ അധികൃതരുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അനുജ, ആഴ്ചകളായി ഈ പ്രശ്നം, വന്യമൃഗ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും കടുവാ സാന്നിധ്യമെങ്കിൽ ഇന്നലെ കരടിയുടെ വിഷയമാണ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. വള്ളിയൂർക്കാവിന് സമീപമാണ്, മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപമാണ് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിയത്. മാത്രമല്ല, ഇന്ന് രാവിലെ തോണിച്ചാലിലും ഈ കരടിയെ കണ്ട ദൃശ്യങ്ങൾ ലഭിച്ചു. ഇന്നലെ പല ഭാഗങ്ങളിൽ കരടിയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പല മേഖലയിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഈ കരടിയെ പകൽ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ ചേകാടി ഭാഗത്തൂടെ, പുൽപ്പള്ളിക്ക് അടുത്തുള്ള പ്രദേശമാണ് ഈ ചേകാടി എന്ന് പറയുന്നത്, അതിലൂടെ ബൈക്കിൽ പോയിരുന്ന രണ്ട് ബൈക്ക് യാത്രികർ, അവർക്ക് മുന്നിലേക്ക് കാട്ടാന ഇടഞ്ഞ് ഓടി വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പുറകിൽ വന്ന വാഹനം അത് ഹോണടിച്ചതിനെ തുടർന്നാണ് ആന പിന്തിരിഞ്ഞ് പോയത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ പയ്യമ്പള്ളി എന്ന് പറയുന്ന മാനന്തവാടിക്ക് അടുത്തുള്ള പ്രദേശത്ത് 30 ചാക്ക് നെല്ലോളം അത് കയറ്റി വെച്ചതായിരുന്നു. അതായത് കൊയ്ത്ത് കഴിഞ്ഞ ശേഷം ചാക്കിലാക്കി കെട്ടിവെച്ച് ആ നെല്ല് മുഴുവൻ കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തുടർക്കഥയാവുകയാണ്. മാത്രമല്ല, ഈ പാടിച്ചിറ മേഖലയിൽ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയതായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ കടുവയുടെ ഒരു ചിത്രം കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ കടുവയും കരടിയും ആനകളും എല്ലാമായി ഇത്തരത്തിലുള്ള വാർത്തകൾ നിറയുകയാണ് ഇപ്പോൾ വയനാട്. പലയിടങ്ങളിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ മൂടക്കൊല്ലിയിൽ പന്നികളെ കൊന്ന ആ മേഖലയിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് കുളകപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധയിടങ്ങളിലെല്ലാം തന്നെ കടുവകൾക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകളെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച്, ഈ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എല്ലാം തന്നെ വലിയ അളവിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വനംവകുപ്പിനും ഇത് രക്ഷയില്ലാത്ത കാലം തന്നെയാണ്. അവരും തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് സുർജിത്ത് നൽകിയത്. വിവിധ